ഗുഡ് മോർണിംഗ്. ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ അഭിലാഷാണ് സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ സ്റ്റോം. ഈ സോളാർ സ്റ്റോം സംഭവിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല ലോകത്ത് ഇന്റർനെറ്റ് ഉണ്ടാവത്തില്ല. 2G പോലും കാണണം എന്നില്ല. പിന്നെ ദൂരദർശൻ മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, പിന്നെ കത്തെഴുതുന്ന പരിപാടിയിലോട്ട് മാറേണ്ടി വരും. അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷിക്കുന്നത് ഇന്ത്യയുടെ ഏക പ്രസിഡന്റ് പ്രധാനമന്ത്രി അഭിലാഷ്. അപ്പം നമ്മളാണ് 2G 3G 4G സർവീസ് 5G ഉൾപ്പെടെ നൽകുന്നത്. സോളാർ സ്റ്റോം ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഓഫായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ 60 കോടി ജനങ്ങൾ തൊഴിൽരഹിതരാകും. ഈ കേരളത്തിലെ ടെക്നോ പാർക്ക് ഇൻഫോ പാർക്കൊക്കെ അടച്ചിട്ടിട്ട് വല്ല ഹോട്ടൽ തുടങ്ങേണ്ടി വരും. ഏ പിന്നെയുള്ള ആൾക്കാരൊക്കെ കയർ തൊഴിലിനൊക്കെ പോകേണ്ടി വരും. കയർ തൊഴിലാളിയായിട്ടോ അല്ലെങ്കിൽ മീൻ വിൽക്കാനൊക്കെ പോകേണ്ടി വരും. അപ്പം ഇന്ത്യയുടെ ഏക പ്രസിഡന്റ് പ്രധാനമന്ത്രിയാണ് ഇന്റർനെറ്റ് ഉൾപ്പെടെ ഇവിടെ പ്രവർത്തിക്കാനുള്ള അനുമതി ലോകത്ത് കൊടുക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. രാജ്യം ഡിക്റ്റേറ്റർഷിപ്പിലാണ്. ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ തീരുമാനം മാത്രം. മനസ്സിലായോ? ഓക്കെ.